ഹായ് എവരോൺ. അപ്പം ദി ഗോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഡയറക്ടർ ആൻഡ് റൈറ്റർ പ്രഭു വെങ്കട് പ്രഭു, മ്യൂസിക് യുവൻ ശങ്കർ, പിന്നെ ഇളയ ദളപതി, പിന്നെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ മലയാളികളായിട്ടുള്ളത് അജ്മൽ, ജയറാം, പിന്നെ പ്രഭുദേവ, പിന്നെ നമ്മുടെ പണ്ടത്തെ നടൻ പ്രശാന്ത്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ നടിമാരായിട്ടുള്ളത് ലൈല, സ്നേഹ, ഒരെന്താ പറയണ്ട, ഒരു ഏജൻറ്റ്, നമ്മൾ കണ്ടുപഴകിയ സിനിമ തന്നെ. ഓൾവേസ് ആസ് യൂഷ്വൽ ആയിട്ടുള്ളത് വിജയ് പടം തന്നെ. വേറെ ഇതിൽ പറയത്തൊക്കെ പറയുന്നില്ല, അതാണ് സത്യം. ഒരു വൺ ടൈം വാച്ചബിൾ, അങ്ങനെ ഇതിനെ പറ്റി മനസ്സ് തുറന്ന് പറയാൻ പറ്റും. അല്ലാണ്ട് ഇതിപ്പോൾ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഈ പടത്തിനെ പറ്റിയിട്ട്, വിജയിൻ്റെ ഈ പടത്തിനെ പറ്റിയിട്ട് പറയാൻ കഴിയില്ല. കാരണം ഇത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. വിജയ് സിനിമയിൽ നമ്മളെല്ലാവരും വിജയ് സിനിമ കാണുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ ഒരു അഭിപ്രായം. അപ്പം നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഓക്കെ. പിന്നെ ഇതിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയത്തൊക്കെ നല്ലൊരു സീന്, നമ്മളൊരു മെട്രോ, ഇതിൻ്റെ അകത്തൊരു കണ്ടതിനകത്ത് മെട്രോയിൽ ഒരു സീനുണ്ട്. അതെനിക്ക് ബെറ്ററായിട്ട് തോന്നി കുറച്ച്. പിന്നെ അവിടെ ഇവിടെയെല്ലാം ആയിട്ട് കുറച്ച് സോങ്സൊക്കെ ആയിട്ട് യുവൻ ശങ്കർ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു പോയി. കാരണം അനിരുദ്ധെല്ലാം ഇപ്പം തമിഴ് സിനിമയിൽ സിനിമ പൊളിയാണെങ്കിലും പാട്ട് കുറേ കാലത്തേക്ക് ഇങ്ങനെ നീങ്ങി പോകലുണ്ട്, അതാണ് സത്യം. പക്ഷെ ആ അനിരുദ്ധിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. പിന്നെ വെങ്കട് പ്രഭുവിൻ്റെ മുന്നത്തെ മങ്കാത്ത തലേനെല്ലാം വെച്ചിട്ട് ആ ഒരു ഹൈപ്പിലൊന്നും ഒരിക്കലും ഈ സിനിമ അവിടെ എത്തിപ്പെട്ടില്ല. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ നമുക്കൊരു പഴയ കാലത്ത്, അതായത് രണ്ട് വിജയില്ലേ, കഥ ഫുൾ പറയുന്നല്ല, രണ്ട് വിജയിൻ്റെ അകത്ത് ഒരു വിജയിൻ്റെ പഴയ കാലം 2008 അങ്ങനെ എത്രയോ ആ റേഞ്ചിൽ. അതിൻ്റെ അകത്താണ് ഈ ജയറാം, അജ്മൽ, പ്രശാന്ത്, പിന്നെ പ്രഭുദേവ സാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പിൽ ഫാമിലീൻ്റെ ഗ്യാപ്പ് കുറച്ച് കാണും. പിന്നെ വിജയ് പടത്തിൽ കണ്ടുവരുന്ന കുറച്ച് കോമഡികൾ എന്ന് പറയാനില്ല, കോമഡി അങ്ങനെ വലിയ എനിക്ക് ക്ലിക്കായിട്ടില്ല കോമഡി എന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പെട്ടെന്ന് നമ്മളെവിടെയല്ലോ കണ്ട് പഴകിയിട്ടുള്ള കോമഡികൾ, പിന്നെ ഒരു പഴയ കാല ഓർമ്മ വരും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇരട്ട വിജയ്, മറ്റേ ITI അത് വന്നപ്പം ഇതിനെക്കാട്ടിയും ബെറ്റർ നമ്മൾ ബിഗിലൊക്കെ ചെയ്തിട്ടില്ലേ. കറക്റ്റ് വിജയ് ആണെന്ന് തന്നെ രണ്ട് വേഷം ചെയ്യുന്നത്, അച്ഛനും മോനും. അത് മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. കാരണം ഇത്രയോ ഹൈപ്പ് കൊടുത്തിട്ട് കൊണ്ടുവന്നിട്ട് എനിക്കത്ര ഫീൽ ചെയ്തിട്ടില്ല, അതെവിടെയും തട്ടിയില്ല. മറ്റുള്ളവർക്ക് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും, നിങ്ങളെ വിലയേറിയ അഭിപ്രായം നിങ്ങളും പറയുക. എനിക്കത്ര വലിയ ഫീൽ ചെയ്തില്ല. പിന്നെ ഇതിൽ കാര്യമായിട്ട് പറയാനുള്ളത് ഒരു 3 മണിക്കൂർ പടമുണ്ട്. നിങ്ങൾ രണ്ടും കൽപ്പിച്ചിട്ട് പോവാം. ഒരു 160 റുപ്യ പോയാലും പ്രശ്നമില്ല, പുല്ലിന്ന് പറഞ്ഞിട്ട് നമ്മളെ കണ്ണൂർ ഭാഷ പറയുന്നതിൽ ഒരു 1.5 പെക്കിൻ്റെ ഒരു ഇതേ വരും നാടൻ ഭാഷയിൽ, തമാശ ലെവലിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ മനസ്സിൽ കണക്കൂട്ടിയിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ഇത് ഒരു സയൻസ് ഫിക്ഷൻ പടം, സയൻസ് ഫിക്ഷൻ എന്ന് അതിൻ്റെ ഇടയിൽ 1-2 കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമുക്കിങ്ങനെ ഒരു ലാഗ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്. സെക്കൻഡ് ഹാഫ് ഇങ്ങനെ തട്ടിയിട്ട് കൊണ്ടുപോകും. പിന്നെ അച്ഛൻ മകൻ്റെ കണ്ടുവരുന്നില്ല അധികം വിജയ് സിനിമയിൽ കണ്ടുവരുന്ന അപ്പ മകൻ, ആ ഒരു ഇതിൽ ചെറുങ്ങനെ ആ ബിഗിലിൻ്റെ അത്രയൊന്നും എത്തിയിട്ടൊന്നുമില്ല പടം വേറെ റേഞ്ചിലേക്ക് കൊണ്ടുപോകാൻ നോക്കി. പക്ഷെ അത് ചെറുങ്ങനെ ഒന്ന് പൊട്ടിപ്പോയി, അതാ സത്യം. മെയിനായിട്ട് പാട്ട് അവിടെയും വേണ്ടാത്ത സ്ഥലത്തും എല്ലാം കൊണ്ടുപോയിട്ടാണ്. പിന്നെ മെയിനായിട്ട് ചളി കോമഡി കുറേ ഭാഗത്തോളം ചളി കോമഡിയാണ്. വൺ ടൈം വാച്ചബിൾ അങ്ങനെ പറയെങ്കിൽ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വിജയ് ഫാനോ അല്ലെങ്കിൽ ചിയാൻ വിക്രം ഫാനോ സൂര്യ ഫാനോ ഒന്നുമല്ല. എല്ലാവരുടെ പടവും നല്ല പടമാണെങ്കിൽ പോയി കാണും. അതുകൊണ്ട് പറഞ്ഞു, വിജയിൻ്റെ മുന്നേ നല്ല നല്ല പടങ്ങൾ ഇറങ്ങലുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ടാണ് ഇങ്ങനെ ഒരു കുടുങ്ങി കളിക്കുന്നത്, ഒരു ഫ്ലോ കിട്ടുന്നില്ല വിജയ് പടങ്ങൾക്ക് ഒരു സംശയം തോന്നും.
പിന്നെ വിജയ് 1-2 പടത്തിലേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു അഭ്യൂഹം കേട്ട്. എന്നാൽ നമ്മൾ ദാറ്റ് ഈസ് നോട്ട് ഓഫ് അവർ ബിസിനസ്. അല്ലേ, ഈ പടത്തിനെ പറ്റിയിട്ട് ഇത്ര ചുരുക്കി ഇത്രയും പറയാനുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിക്കും മേലെ പറയാനൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് മുന്നേ അഭിനയിച്ച സ്നേഹ, മുന്നേ ഉണ്ടായിരുന്ന നടികളിൽ സ്നേഹ, ലൈല, അവർക്കൊന്നും വലിയ റോളൊന്നും ഇതിൻ്റെ അകത്ത് കാണുന്നില്ല. ഇപ്പോൾ ജയറാം സാറിനായാലും ഇപ്പോൾ പ്രഭുദേവ സാർ, അവർക്കൊന്നും വലിയ റോളൊന്നും ഇതിൻ്റെ അകത്തൊന്നും അങ്ങനെയൊന്നും പറയത്തക്ക വലിയ റോളൊന്നുമില്ല. അച്ഛൻ്റെയും മകൻ്റെയും തന്നെ. പിന്നെ കുറച്ച് ഫൈറ്റ് സീക്വൻസ് ആസ് യൂഷ്വൽ ഉണ്ടാകുന്ന തമിഴ് പടത്തിലുണ്ടാകുന്ന കുറച്ച് ഫൈറ്റ് സീക്വൻസ്. പക്ഷേ അതിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊന്നും പറ്റുന്ന ലെവലിലൊന്നും വിജയിച്ചില്ല. ഞാൻ ഒരു ലെവലിൽ പോയാണ്. കാരണം ഒരു പണ്ടത്തെ സിനിമ നമ്മളെല്ലാം കാണുമ്പോഴുള്ളൊരു വൈബ്. കാരണം ഇവർ ഇത്രയും ഹൈപ്പ് കൊടുത്ത് ആ റേഞ്ചിലെല്ലാം കൊണ്ടുവരുമ്പോൾ ഇവർ കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നോക്കണമായിരുന്നു. മെയിനായിട്ട് യുവൻ ശങ്കർ ചിന്തിക്കേണ്ടത് വെച്ചാൽ, ഇപ്പോൾ തമിഴ് സിനിമ ലോകത്ത് വേറെ എന്ത് പടവും കഥയോ ഒന്നും ഇല്ലെങ്കിലും മ്യൂസിക് അത്യാവശ്യം നല്ല ലെവലിൽ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കണമെന്ന് വെച്ചാൽ അത് ചെറുങ്ങനെ എവിടെയോ പാളിയോ എന്നൊരു സംശയം. പിന്നെ മങ്കാത്ത റേഞ്ചിൽ അല്ലെങ്കിൽ ഡയറക്ടർ, റൈറ്റർ നമ്മളെ വെങ്കട് പ്രഭു, അവർക്ക് ഈ ഒരു ഗോട്ടിൽ, അതായത് നമ്മളെ ഇളയ ദളപതിയിൽ എത്തിച്ചെറുങ്ങനെ പാളിപ്പോയോ എന്നൊരു സംശയം. കാരണം അതൊക്കെ സിനിമ വൈബാണ്, ഹൈപ്പാണ്, എല്ലാം ഓക്കെ. പക്ഷേ ഈ സിനിമ പക്ക ഫ്ലോപ്പ് എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ തരം താത്തുന്നില്ല. ചില കൂട്ടർക്ക് ഇഷ്ടപ്പെടും, ചില കൂട്ടർക്ക് ഇപ്പം ഞാൻ പറയുന്ന അഭിപ്രായമായിരുന്നു. ഇപ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഓരോരുത്തരെ വിലയിരുത്തലാണ് സിനിമ. എൻ്റെ കാഴ്ചയിൽ എങ്ങനെയാണോ ആയിരിക്കില്ല നിങ്ങളെ കാഴ്ച. വൺ ടൈം വാച്ചബിൾ ഫിലിം ഗോട്ട്. ഇത്രയും ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളൂ. ഹൈപ്പ് കൊടുത്തത്ര ഒന്നും ഇതിൻ്റെ അകത്ത് ഇല്ല, അതാണ് സത്യം. അപ്പം വിജയ് സർ അടുത്ത സിനിമ എങ്കിലും കുറച്ചും കൂടി ബെറ്ററായിട്ട് നിങ്ങളെ പണ്ടത്തെ ഒരു വൈബ് കൊണ്ടുവരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങളെ ഗോട്ടല്ല, അത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അല്ല.